സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനം ശ്രവിക്കുന്ന പ്രേക്ഷകരോട് ഒരു ചെറിയ സൂചന. ഈ സൗഭാഗ്യ ഭാസ്കരത്തിൻ്റെ വ്യാഖ്യാന രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ പണ്ടത്തെ ഒരു വ്യാഖ്യാന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പദ്യത്തിനാണ് സംസ്കൃതത്തിൽ കൂടുതൽ പ്രാധാന്യം. സാധാരണ ശ്ലോകരൂപത്തിലോ പദ്യരൂപത്തിലോ ആണ് സംസ്കൃതത്തിൽ കൂടുതൽ എഴുതുന്നത്. ഗദ്യം എഴുതുന്നത് കുറവാണ്. ഇത് അനുഷ്ടുപ്പ് എന്നുള്ള വൃത്തത്തിലാണ് ഈ ലളിതാ സഹസ്രനാമം ഉള്ളത്. അതിനെ പദച്ഛേദം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഒരു പദ്യമായിട്ടതുള്ളത് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്രമത്തിലായിരിക്കില്ല അതിൻ്റെ ഘടന. അതുകൊണ്ട് അതിൻ്റെ ക്രമത്തിനാക്കുന്നത് അന്വയിക്കുക എന്നതിനെ പറയും. ഒരു ഗദ്യരൂപത്തിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പോലെ, ഒരു വാക്യം പോലെ അതിനെ പൂർണ്ണമാക്കുക. പിന്നെ അതിൻ്റെ മുഖ്യാർത്ഥം ആദ്യം പറയും, ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ആദ്യം പറയും. പിന്നീടാണ് അതിനെ താരതമ്യപ്പെടുത്താവുന്ന വേറെ വശങ്ങൾ, അത് വിശേഷ പ്രതിപത്തി, വ്യാഖ്യാനത്തോ വിശേഷ പ്രതിപത്തി എന്ന് പറയുന്നത് പോലെ അതിന് വിശിഷ്ടാർത്ഥങ്ങൾ. ഒരു ഉദാഹരണം, യോഗാനന്ദ എന്നുള്ള ഒരു വാക്ക്, യോഗമാകുന്ന ആനന്ദസ്വരൂപിണിയാണ് ദേവി എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള അർത്ഥം. പിന്നെ അത് മുഖ്യാർത്ഥമാണ്. യോഗം കൊണ്ട് ഉണ്ടാകേണ്ട ആത്മാനന്ദം ആണ് ദേവി എന്നുള്ളതാണ് മുഖ്യാർത്ഥം. അതിനുശേഷം ആനന്ദം എന്നുള്ള പേരുള്ള അളകാനന്ദയ്ക്ക് ദേവിയുടെ പേരുണ്ട് എന്നൊക്കെയുള്ള ഉപവ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ ഒരു തവണ വായിച്ചാൽ മാത്രം പോരാ. അത് അനവധി ഒന്നിനും മറ്റുള്ളതിനോട് ബന്ധമുണ്ട്. ഇതിന് പൂർവ്വ അപരബന്ധം എന്ന് നമ്മൾ പറയും. ഒരു നാമത്തിനും മറ്റൊരു നാമത്തിനോട് ബന്ധമുണ്ടാവും. ഇപ്പോൾ ശ്രീമാത എന്നുള്ള നാമത്തിന് ശിവശക്തൈക്യ രൂപിണി എന്നുള്ള അവസാനത്തെ നാമം വരെ ഉള്ള ഓരോ നാമത്തിനോടും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകും. അതുകൊണ്ട് ഇതൊരു സമ്പൂർണമായ ഒരു ശാസ്ത്രമാണ്. ഇതിനെ ഇങ്ങനെ ആദ്യം മുഖ്യാർത്ഥം പിന്നെ ഗൗണാർത്ഥങ്ങൾ അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു രീതി. അതിൻ്റെ മുഖ്യാർത്ഥങ്ങളും ഏറ്റവും ഇന്ന് നമുക്ക് ഉപയോഗപ്പെടുന്ന മറ്റുള്ള ഗൗണാർത്ഥങ്ങളും നമുക്ക് ഈ വ്യാഖ്യാനത്തിൽ കേൾക്കാം. അടുത്ത് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന നാമം 65ാമത്തെ നാമമാണ്. ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിത എന്നുള്ളതാണ് ആ നാമം. ഭണ്ഡാസുരനെ വധിക്കുവാൻ തയ്യാറായ ശക്തിസേന സമന്വിത കൂടിയവൾ എന്നാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഈ മന്മഥൻ ഹരനേത്രാഗ്നിയിൽ സന്ദഗ്ധനായി ചാരമായി അയാൾ ചിത്രസേനൻ എന്നുള്ള പറയുന്ന ആൾ ഒരു രൂപമാക്കി. എന്തുകൊണ്ടോ അത് ഒരു അസാമാന്യമായ രൂപമായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മാവ് അതിനെ കണ്ട് ചിരിച്ചു. ഭണ്ഡ എന്ന് പറഞ്ഞു. ഒരു കോമാളിയെപ്പോലെയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് കാമേശ്വരൻ ജീവൻ കൊടുത്തു. അങ്ങനെ ഭണ്ഡ എന്ന് ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് അതിന് ഭണ്ഡൻ എന്ന് പേരിട്ടു. പക്ഷേ ചാരത്തുനിന്ന് കാമം നശിച്ചപ്പോൾ ക്രോധരൂപത്തിൽ അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. ദേവന്മാർക്ക് വരദാനം ചെയ്തു. പക്ഷേ ആ വരദാനം കൊണ്ട് അയാൾ വളരെ ബലിഷ്ഠനായിരുന്നു. അയാളുടെ കൂടെ യുദ്ധം ചെയ്യുന്നവരുടെ പാതി ശക്തി അയാൾക്ക് പോകും. അത് മാത്രമല്ല, ഈ പുറത്തുള്ള ശക്തി മാത്രമല്ല, ഈ ശുക്ലശോണിതങ്ങളെ അപഹരിക്കുവാനുള്ള, ധാതുക്കളെ അപഹരിക്കുവാനുള്ള ശക്തിയും അയാൾക്കുണ്ടായി എന്നൊക്കെ സൂക്ഷ്മ രൂപത്തിലുള്ള ശക്തികളെയും അപഹരിക്കുവാനുള്ള കഴിവുണ്ടായി എന്നുള്ളത് കൊണ്ട് അയാൾ വധയോഗ്യനായിട്ട് തീർന്നു. അയാൾ കൊല്ലപ്പെടേണ്ടതായിട്ട് മാറി. സാധുജനങ്ങൾക്കും നല്ലവർക്കും അയാൾ കണ്ടകനായിട്ട് ബുദ്ധിമുട്ടായിട്ട് മാറിയതുകൊണ്ട് അയാൾ വധിക്കപ്പെടേണ്ടവനായിട്ട് മാറി. അയാൾ ഭണ്ഡൻ എന്നുള്ള പേര് പോയിട്ട് ഭണ്ഡ അസുരൻ എന്നുള്ള അസുഷു രമത്തെ, ചീത്തയായ കാര്യങ്ങളിൽ മോശമായ കാര്യങ്ങളിൽ രമിക്കുന്നവൻ എന്നുള്ളത് കൊണ്ടാണ്
അയാൾ ഭണ്ഡാസുരൻ ആകുന്നത്. ഇത് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ ജീവാത്മാവിനെയാണ്. ആണവമലം എന്നൊക്കെ ശാക്ത സമ്പ്രദായങ്ങളിൽ ഇതിനെ പറയും. എങ്ങും വ്യാപ്തമായിട്ടുള്ള വിഭുവായിട്ടുള്ള പരമാത്മാവിനെ നമ്മൾ അണുവായിട്ട് വിചാരിക്കുന്നു. നമ്മളാരാന്ന് എല്ലാവരോടും ചോദിച്ചാൽ നമ്മളൊരു പേര് പറയും, നമ്മളൊരു രൂപം നമ്മളാണെന്ന് ധരിക്കുന്നു, അതിനോട് നമ്മൾ ഐക്യം പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ജോലി പറയും. അതുപോലെ ഏറ്റവും ആത്മാവിനെ ചുരുക്കി കാണുന്നവൻ, അണുവായിട്ട് കാണുന്നവൻ ആണവമലമാണ് ഈ ഭണ്ഡാസുരനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം ദേവിയുടെ വൈഭവമാണെങ്കിൽ വിഭുത്വമാണ്, അത് എങ്ങും നിറഞ്ഞതാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് ഭണ്ഡാസുരൻ ഞാനൊരു ജീവനാണ്, ഞാനൊരു ചെറിയ ജീവിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഭാവമായിട്ടും അതിനെ കൊല്ലുവാൻ വേണ്ടി ഉദ്യമിക്കുന്ന തയ്യാറായ ദേവി വിഭുവായിട്ടും എങ്ങും നിറഞ്ഞ പരമാത്മസ്വരൂപിണിയായിട്ടും ആണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.